എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയായി വന്നത് ആർ.ജെ. അഞ്ജലിയുടെ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. അവരുടെ വീഡിയോ ഞാനും കാണാനിടയായി. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, വിഷമം തോന്നി. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ആർ.ജെ. അഞ്ജലിക്ക് വേണ്ടിയാണ്. നിങ്ങളിത് കാണുമെങ്കിൽ അല്ലെങ്കിൽ ഇത് കേൾക്കുമെങ്കിൽ അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ തുടക്കം മുതൽ നിങ്ങളിടുന്ന വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ് ഞാൻ. എന്തോ നമ്മളുടെ ഒരു കുടുംബത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദത്തിലുള്ള ഒരു അംഗം പോലെ തോന്നിയിട്ടുള്ള ഒരാളായിരുന്നു നിങ്ങൾ. കാരണം നിങ്ങളുടെ ശൈലി, ആരെയും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു രീതി ഉണ്ടല്ലോ, നിങ്ങളുടെ ഒരു ശൈലി, ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നമ്മൾ വാക് സാമർഥ്യം എന്നൊക്കെ പറയില്ലേ, അത് നിങ്ങൾക്ക് കൂടുതലുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആർ.ജെ. ആയി മാറിയതും. പക്ഷേ ഈ കഴിഞ്ഞ സംഭവം എന്നെ വല്ലാതെ വിഷമത്തിലാഴ്ത്തി. നിങ്ങൾക്കൊരു പക്ഷേ എനിക്ക് വിഷമമുണ്ടായതിൽ നിങ്ങൾക്കൊരു കാര്യം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം, നിങ്ങൾ ഒരു പേഴ്സണലായിട്ടുള്ളൊരു വീഡിയോ അല്ല ചെയ്തേക്കുന്നത്, സോഷ്യൽ മീഡിയയാണ്. ഈ മീഡിയത്തിലാണ് നിങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സമൂഹം മുഴുവൻ കാണാനിടയായതും അതിലുള്ള ഒരാളെന്ന രീതിയിൽ ഞാനും കാണാനിടയായത്. എനിക്ക് സങ്കടം തോന്നി, വിഷമം തോന്നി. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടി, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്, മില്യൺ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്തും തുറന്നു കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത ഈ മീഡിയത്തിലാണ് നമ്മളിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും വ്യൂവേഴ്സ് കൂടണം, സബ്സ്ക്രൈബർ കൂടണം, സാമ്പത്തികം വരണം എന്നുകൊണ്ട് മാത്രം എന്ത് വൃത്തികേടും തുറന്നു കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നുള്ളത് ഓർമ്മ വേണം. ആ സ്ഥലത്ത് നിങ്ങളെപ്പോലുള്ള നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ഒരാൾ, സമൂഹത്തിന് നന്മകൾ പറയേണ്ട, നല്ലൊരു കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട ആർ.ജെ, നിങ്ങൾ ഈ ചെയ്തത് വളരെ മോശമായിപ്പോയി. നിങ്ങൾ ഇത്രയും അധപ്പതിക്കരുതായിരുന്നു. ഒരിക്കൽ പോലും നിങ്ങളുടെ ഇങ്ങനെയൊരു വീഡിയോ നിങ്ങളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനോ അല്ലെങ്കിൽ നിങ്ങളെ വീക്ഷിക്കുന്ന ഒരു പ്രേക്ഷകനും ചിന്തിച്ചു പോലും കാണില്ല. വിഷമമുണ്ട്. കാരണം ട്രെൻഡിങ്ങിന് വേണ്ടി, റീച്ചിന് വേണ്ടിയിട്ട് പട്ടി ഷോ നടത്തുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ആ പട്ടി ഷോ ട്രോളാക്കി മാറ്റി മറ്റൊരു പട്ടി ഷോ കൂടെ മില്യൺ വ്യൂവേഴ്സ് നേടാൻ പറ്റുന്ന അത്രയും ആൾക്കാർ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ട്. അത്രയും തരം താഴരുതായിരുന്നു ആർ.ജെ. അഞ്ജലി. ഇതാരുടെ ബുദ്ധിയാണെങ്കിലും, നിങ്ങളുടേതോ നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ ബുദ്ധിയാണെങ്കിലും, നിങ്ങൾ ചെയ്തത് വളരെ അപരാധം ആയിപ്പോയി. കാരണം ചെയ്യരുതായിരുന്നു. കാരണം ഇന്നത്തെ സമൂഹം വളർന്നു വരുന്നത് നിങ്ങൾക്കറിയാലോ എല്ലാവർക്കും. MDMAയും കഞ്ചാവും മയക്കുമരുന്നും മദ്യവും ഒക്കെ കൊണ്ട് ഇന്നത്തെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുക. ആ തലമുറയെ നന്മയിലേക്ക് കൊണ്ടുവരാൻ നമ്മളൊരാൾ വിചാരിച്ചാലൊന്നും ഇവിടെ ഉദ്ധരിക്കാനൊന്നും പോകുന്നില്ല. എന്നിരുന്നാലും നമ്മളൊരാൾ, ഓരോ വ്യക്തിയും നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറയെങ്കിലും നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ ആർ.ജെ. അഞ്ജലി? അത്രയും, കാരണം നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾ അത്രയും തരം താഴുമെന്ന് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ഒരു പ്രേക്ഷകനും ചിന്തിച്ച് കാണില്ല. അതിശയം തോന്നിക്കാണും, അത്ഭുതം തോന്നിക്കാണും. വിഷമമുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ. കാരണം ഇന്നത്തെ തലമുറ അറിയാലോ, ഒരു നമ്മൾ അധ്യാപകരോട് ബഹുമാനം. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അധ്യാപകർ വരുമ്പോൾ നമ്മൾ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കും.
അവരെ അവർ 7 അയലത്തൂടെ പോയാൽ മതി, നമ്മൾ മാറി നിൽക്കും. കാരണം നമുക്കന്ന് പേടിയായിരുന്നു, പേടിയോടൊപ്പം ബഹുമാനമായിരുന്നു. ആ പേടി ബഹുമാനത്തിൻ്റെ പേടിയാണ്, അല്ലാതെ ആ അധ്യാപകനോടുള്ള വിദ്വേഷപരമായ പേടിയല്ല. കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്നത് സ്വർഗമാണ്. പുറത്തു പോയി ജീവിച്ച, പുറത്തു പോയി ജോലി ചെയ്ത, എപ്പോഴെങ്കിലും പുറത്തു പോയി കേരളത്തിന് വെളിയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പോയി വരുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. നമ്മുടെ കേരളം എന്ന് പറയുന്നത് സ്വർഗമാണ്. ഈ സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിലും നമ്മുടെ വേഷത്തിലും നമ്മുടെ സംസ്കാരത്തിലും എല്ലാം ഉണ്ട്. തുല്യത വേണമെന്ന് പറയുന്നില്ലേ? ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിന് എന്താണ് തെറ്റ് എന്ന് പറഞ്ഞിട്ട് കൊട്ടിഘോഷിക്കുന്നില്ലേ? മിസ്റ്റർ RJ അഞ്ജലി, നമ്മുടെ വസ്ത്രവിധാനത്തിലും നമ്മുടെ ഭാഷയിലും നമ്മുടെ സ്നേഹത്തിലും ബഹുമാനത്തിലും എല്ലാം ഉണ്ട്. അതാണ് സ്വർഗം. അതാണ് കേരളം സ്വർഗം എന്ന് പറയുന്നത്. ഇതെല്ലാം ഒത്തിണങ്ങിയതാണ്. എവിടുന്നോ നിങ്ങൾക്ക് ആ ഒരു ഇത് എവിടെ വെച്ചാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതെന്നറിയില്ല. കാരണം നിങ്ങൾ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകന്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണല്ലോ. ആ പ്രേക്ഷകരെ നിങ്ങൾ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ചെയ്യുന്നെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്നത് മറ്റൊരാൾക്ക് ഉപദ്രവമായിരുന്നില്ല. നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു, ശരിയല്ലേ? ഇതിലൊന്നും നിങ്ങൾ ഈ കഴിഞ്ഞ വീഡിയോസുകളിലോ മറ്റ് ചെയ്ത കാര്യങ്ങളിലൊന്നും ഞാൻ തെറ്റായി കണ്ടില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഇന്നത്തെ സമൂഹം വളർന്നു വരുന്ന നമുക്ക് അടുത്ത തലമുറ എങ്ങനെ ഇരിക്കണം? കാരണം ഇപ്പം തന്നെ നമ്മുടെ തലമുറ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, വളർന്നു വരുന്ന സ്കൂളും കോളേജിലൊക്കെ പഠിച്ച് വളരുന്ന ചെറുപ്പക്കാർ നശിച്ച് പോയിക്കൊണ്ടിരിക്കുക. MDMA ആയിക്കോട്ടെ, കഞ്ചാവ് ആയിക്കോട്ടെ, മദ്യം ആയിക്കോട്ടെ, അതൊരു സൈഡിലൂടെ പോകുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് ബഹുമാനം കുറഞ്ഞു വരുന്നു. അധ്യാപകരായിക്കോട്ടെ, പുറത്തുള്ള മുതിർന്നവരായിക്കോട്ടെ, അവരോടൊക്കെ ബഹുമാനം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. നമ്മളൊന്നും ഒരിക്കൽ പോലും, ഞാൻ 1984 ജനിച്ചാണ്. എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അധ്യാപകരോടായിക്കോട്ടെ മറ്റ് മുതിർന്നവരായിക്കോട്ടെ നമുക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഇപ്പോൾ ഒരു വായനശാലയിലോ അല്ലെങ്കിൽ ബസ്സിലോ നമ്മൾ യാത്ര ചെയ്യുമ്പം മുതിർന്ന ആളെ കണ്ടാൽ നമ്മൾ എഴുന്നേറ്റ് ഒരു സീറ്റ് ഒഴിഞ്ഞു കൊടുക്കും. ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ എടുത്തിട്ട് ഒരു ബസ്സിൽ കയറിയ ആൾ കണ്ടു കഴിഞ്ഞാൽ അത് ലേഡി സീറ്റെന്നോ ജെൻ സീറ്റെന്നോ ഒന്നും നോക്കാതെ എഴുന്നേറ്റ് നിന്ന് കൊടുക്കും. ഇന്നത്തെ കുട്ടികൾ അതൊക്കെ മറന്നിരിക്കുന്നു. ബഹുമാനം എന്താണ്, സ്നേഹം എന്താണെന്ന്, സാഹോദര്യം എന്താണെന്ന് ഒക്കെ മറന്നിരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നമ്മളെങ്കിലും ഉണർന്നാലല്ലേ നന്മയിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയൊരു വീഡിയോ ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യുമ്പം ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുമെന്ന് കരുതുന്നു. ഇതൊരിക്കലും നിങ്ങൾക്ക് നിങ്ങളെ ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ദയവ് ചെയ്ത് നിങ്ങളോ നിങ്ങളെപ്പോലുള്ളവരോ നമ്മൾ ഈ മീഡിയത്തിലേക്ക് ചെയ്യുമ്പം, ഈ സോഷ്യൽ മീഡിയയിലേക്ക് ചെയ്യുമ്പം, ദയവ് ചെയ്ത് വിദ്യാസമ്പന്നരായ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നുന്നുണ്ട്, സഹതാപം തോന്നുന്നുണ്ട്. ഇനിയെങ്കിലും അത് ചെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട്, നന്ദി.